ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു കുഞ്ഞ് അമ്പലം വ്ളോഗാണ്. ഇത് ഒരുപാട് നല്ല ഒരു മോർണിംഗ് വ്ളോഗ് മാത്രമായിട്ട് എടുക്കാം. ഞാൻ ചുറ്റുമുണ്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം അമ്പലത്തിൽ പോകാം. ദിവസം നടക്കാൻ കുറച്ച് പ്രശ്നമുണ്ട്. മഴക്കാലത്ത് വെള്ളം ഇട്ടിട്ട് എത്രത്തോളം എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ നമുക്ക് ട്രൈ ചെയ്യാം. ഗൈസ്, നമ്മൾ തിരുനാവായ ഏതൊരു അമ്പലത്തിലാണ് പോണത്. കുറെ ദൂരം ഉണ്ട് ഇവിടുന്ന്. ഇപ്പൊ തന്നെ 7:30 കഴിഞ്ഞു. അങ്ങാടിപ്പുറം അമ്പലത്തിന്റെ അവിടെ ഉണ്ടോ? പക്ഷെ അതിന്റെ ഉള്ളിൽ പോകേണ്ടി വരും. പുറത്തുണ്ടോന്ന് അറിയില്ല. ഈ അമ്പലത്തിൽ നമുക്ക് ഒരു പ്രാവശ്യം പോകണം. ഞാൻ പോയിട്ടേ ഇല്ല. ഇത് വിഷ്ണുവിന്റെ അമ്പലം. നമുക്ക് മറ്റേ വെള്ളം ഫുൾ മുങ്ങി നിൽക്കണ അമ്പലമില്ലേ? പിന്നെ ഫുൾ അമ്പലം വൈബാണ് ഗൈസ്. ഇന്നലെ മുടി മുറിച്ചതാണ് കണ്ടോ? ഈ വഴിയാണ് ഞാൻ കോളേജിൽ പോയി കൊണ്ടിരുന്നത്. അയ്യോ, നൊസ്റ്റു. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി. നമ്മൾ ആലത്തിയൂർ ഹനുമാൻ ക്ഷേത്രം എന്ന് പറഞ്ഞ അമ്പലത്തിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആദ്യമായിട്ടാട്ടോ ഞങ്ങൾ ഈ അമ്പലത്തിൽ വരുന്നത്. ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു എല്ലാ അമ്പലത്തേക്കാളും. എന്നുവെച്ചാൽ അത്ര ഡിഫറെൻ്റ് ഒന്നല്ല, എന്നാലും നല്ലൊരു വൈബ് ഉണ്ടായിരുന്നു കാണാൻ. ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ വൈബ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെൻ്റെ വൈന്ന് പോണില്ല. ഓക്കെ, ഞങ്ങൾ ചെന്ന സമയത്ത് ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ട് നട തുറക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചുറ്റൊന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് സൈഡിൽ നല്ല ഭംഗിയുള്ളൊരു കുളം കാണുന്നത്. കുളം ഇഷ്ടമില്ലാത്ത ആരാളുള്ളതല്ലേ? അതേപോലെ എനിക്കും കുളം, ഇങ്ങനത്തെ ഈ പാടം, മലകൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കണ്ടുകൊണ്ടിരിക്കാൻ. ഈ വെള്ളമൊക്കെ കണ്ടാൽ എനിക്ക് നീന്തൽ അറിയില്ലെങ്കിലും ഈ വെള്ളം കണ്ട് എനിക്ക് പ്രാന്താണ് ഗൈസ്. ഞാൻ ബീച്ചിലാണെങ്കിലും കുളത്തിലാണെങ്കിലും എനിക്ക് അവിടെ പോയി ഒന്ന് കാലിടണം, കൈയിടണം, അതൊക്കെ ഉണ്ട്. അങ്ങനെ നടന്ന് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾക്കിവിടെ പ്രസാദം കിട്ടി. ഉപ്മാവായിരുന്നു. എനിക്ക് വലിയ ഇഷ്ടമല്ല ഉപ്മാവ്, എന്നാലും ഞാൻ കഴിച്ചു. പിന്നെ കണ്ണാടി നമുക്കൊരു വീക്ക്നെസ് ആണല്ലോ, അത് അമ്പലമാണെങ്കിലും വേറെ എവിടെ ആണെങ്കിലും. ഞങ്ങൾ കണ്ണാടിയിലൊക്കെ പോയി. പിന്നെ ഞാൻ കുളത്തിന് അങ്ങോട്ടന്നെ പോയി. ഇങ്ങനെ ഇരിക്കാൻ നല്ല രസം. കുറച്ചുകൂടെ ടൈം ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിങ്ങനെ വെറുതെ എൻ്റെ സൈഡിലൊക്കെ ഇരിക്കുമായിരുന്നു. ഞാൻ ഇട്ട് ഡ്രസ്സ് ശരിയായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് പടവിൽ അതെന്തായിരുന്നത്, ആ സ്റ്റെപ്സിൽ ഇരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. വെള്ളം എന്തിനാ പിന്നെ എൻ്റെ അമ്മയ്ക്ക് പണി ഉണ്ടാക്കി കൊടുക്കണം. അമ്മയുടെ സെറ്റ് സാരിയായിരുന്നു അത്. അങ്ങനെ തിരിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് പുറത്ത് നോക്കുമ്പോൾ നല്ല അടിപൊളി മഴ. ഇവിടെ നിന്ന് അങ്ങനെ ലാസ്റ്റ് പുറത്തിറങ്ങി കാറ് എടുത്തുകൊണ്ട് വരാനുള്ള ഒരു ടാസ്ക് ആയിരുന്നു. അങ്ങനെ ഓടി കയറി ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നല്ല ഒരു മനസ്സിനൊരു കുളിർമയുള്ള വീഡിയോ ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നല്ലൊരു പച്ചപ്പുള്ളൊരു വീഡിയോ അല്ലേ ഇത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.